ഹായ് ഹലോ, നമുക്കിന്ന് സിമ്പിളായിട്ടൊരു ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അരക്കപ്പിൻ്റെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 2 വട്ടം എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു 1/4 കപ്പ് ചോറ്, പിന്നെ ഒരു 1.5 സ്പൂൺ പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 1/4 ടീസ്പൂണിൻ്റെ എണ്ണ 2 വട്ടം എടുക്കണ്ടേ. ഞാൻ ആ 1/2 കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരയ്ക്കും. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ചും കൂടെ ഒരു കപ്പ് കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 1/2 കപ്പിനകത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ മാവ് ഗോതമ്പ് പൊടിയൊക്കെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് 1.5 മണിക്കൂറായി. അപ്പോഴത്തേക്കും നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് പൊങ്ങിയൊന്നും വന്നിട്ടില്ല, എന്നാലും നല്ലപോലെ ബബിൾസൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അപ്പം ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 തവി ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. നല്ല ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ ഗോതമ്പപ്പം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. ഒരെണ്ണം കൂടി ഉണ്ടാക്കുവാണേ. നല്ല പോലെ ബബിൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാ വെള്ള അപ്പമൊക്കെ കഴിച്ച് മടുത്തവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം പറയുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.